ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 18, 19, 20 തിരുവചനങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വിളിക്കുകയാണല്ലോ, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാമെന്ന്. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ എത്ര വലുതെങ്കിലും എത്ര ചുമപ്പ് ഉള്ളതാണെങ്കിലും അത് കമ്പിളി പോലെ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റാമെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണല്ലോ. കർത്താവെ, അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങൾ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ ഹിതം മനസ്സിലാക്കി വചനം ജീവിതത്തിൽ പാലിച്ച് പ്രാവർത്തികമാക്കി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്നുവല്ലോ. അങ്ങനെ ഐശ്വര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ. അനുസരിക്കാത്തവൻ വാളിനിരയായി തീരുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പാലിച്ച് വചനത്തിൽ വിശ്വസിച്ച് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.